ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു വ്ളോഗാണ്. ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന്. നമുക്ക് പേഷ്യൻസിനൊന്നും അകത്തോട്ട് ഹോസ്പിറ്റലിനകത്ത് ഈ ഫുഡൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രിമിസസിൽ വെച്ചിട്ട് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റി നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുക്കും. കാരണം ഈ ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുക്കിങ്ങിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. കാരണം അതിനുള്ള ടൈമിലായിരുന്നു. നമുക്കതൊരു 11:30 ഒക്കെ ആകുമ്പോഴത്തേന് അവിടെ കൊണ്ട് കൊടുക്കണം. ആ ഒരു സമയത്താണ് അവിടെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഫുഡ് പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത് ഫുള്ള് കുക്കിങ്ങൊക്കെ ചെയ്യുന്ന ഹസ്ബൻഡാണ്. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുക്കിങ്ങൊക്കെ ഹസ്ബൻഡാണ്. അത് പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ കറിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വലിയൊരു ഉരുളിയിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കാനാണ് പോകുന്നത്. അപ്പം മൊത്തം 15 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് ഒഴിച്ച് വറ്റിച്ചെടുത്താണ് ഈ റൈസ്.
അങ്ങനെ നമ്മൾ ചോറ് എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കുട്ടികളൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാം കാറിലെടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ RCCയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ അകത്തോട്ട് ചെന്ന ഒരു ടൈമിൽ മെഡിക്കൽ കോളേജിൻ്റെ ആ സൈഡിൽ നിന്നിട്ട് എല്ലാവരും ക്യൂ നിന്ന് ഫുഡ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഇവിടെ ഫുഡ് കൊടുത്തു തുടങ്ങും. ഓരോരോ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഓരോ ബർത്ത്ഡേയോ അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ മിക്കുള്ള ആൾക്കാരും ഇവിടെ ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതിന് കുറച്ചുകൂടെ അകത്തോട്ട് പോയി RCCയുടെ വാർഡിൽ അവിടെ വെച്ചിട്ടാണ് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. നമുക്ക് ഹോസ്പിറ്റലിനകത്തോട്ടൊന്നും പെർമിഷനില്ലേ ഫുഡും കൊണ്ട്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് വന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ RCCയുടെ വാതിലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും തിക്കും തിരക്കും ഒന്നും കൂട്ടിയില്ല. എല്ലാവരും ക്യൂ ആയിട്ട് നിന്ന് ആ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ വിശന്ന് ഇരിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക കഴിഞ്ഞാൽ അതിലും വലിയ പുണ്യമൊന്നും വേറെയില്ല. അപ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം നമുക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടവും തോന്നി, സന്തോഷവും തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇങ്ങനെ കൊടുക്കാൻ ദൈവം സഹായിക്കട്ടെ.